ക്കുമെന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെപ്പറ്റി വിശ്വാസമുണ്ടോ? ചിന്തിക്കണം. മക്കൾക്ക് എത്ര കുറവുണ്ടായിക്കോട്ടെ, അവർ എത്ര പാപം ചെയ്താലും അവർ തിരിച്ചു വന്നാൽ പ്രിയ പിതാക്കളെയും മാതാക്കളെയും നിങ്ങൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കണം. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം, വേണ്ട ആശ്വാസം കൊടുക്കണം. അവരെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കൗൺസിലിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അവരെ നിങ്ങൾ സ്നേഹിക്കണം. ഇന്നലകളിലെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെപ്പറ്റി, കുറ്റങ്ങളെപ്പറ്റി അവരെ കുറ്റപ്പെടുത്തി അവരെ വീണ്ടും വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ഇടയാക്കരുത്. പല കുടുംബത്തിലെയും മാതാപിതാക്കൾ മക്കൾ തെറ്റ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാണ്ടല്ലേ നിനക്ക് പറ്റിയത്, അപ്പം പറയുന്നത് കേൾക്കാഞ്ഞുകൊണ്ടല്ലേ നിനക്ക് പറ്റിയത്, അമ്മ പറയുന്നത് അനുസരിക്കാഞ്ഞുകൊണ്ടല്ലേ നിനക്ക് ഈ തകർച്ച വന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുത്തി 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 മുറിവുകെടുത്ത് പലരെയും ജീവിതത്തെ നശിപ്പിക്കുന്നു, ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. വീണ്ടും പല പാപത്തിലേക്ക്, പല കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മളും നമ്മുടെ സമൂഹവും ചേർന്ന് തള്ളിവിടുന്നു. ഇതിന് ഒരു പരിധി വരെ നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് മാതൃകളായി നീതിമാന്മാരായി ജീവിക്കുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നു, എന്നാൽ അതേ തെറ്റ് തന്നെ നമ്മുടെ മക്കൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ വഴക്ക് പറയുന്നു, ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ഒരു മദ്യപിക്കുന്ന പിതാവ്, ആ മദ്യപിക്കുന്ന പിതാവിൻ്റെ മോൻ കൂട്ടുകൂടി മദ്യപിക്കുന്നിടത്ത് പോയി. പക്ഷേ ആ മകൻ മദ്യപിച്ചില്ല. കൂട്ടുകാർ കൊടുത്ത ഗ്ലാസ് തിരിച്ചു കൊടുത്തിട്ട് പോന്നു. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ഈ പിതാവിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, ചേട്ടൻ്റെ മോൻ ഷെയറിട്ട് കള്ളു കുടിച്ചു. ആ പിതാവ് അരിശത്തോടെ മോനെ വിളിച്ചു പറഞ്ഞു, നീ എന്താണ് ഈ കാണിച്ചത്? നിനക്ക് ഈ 15 വയസ്സ് പ്രായത്തിൽ നിനക്ക് എങ്ങനെ മദ്യപിക്കാൻ തോന്നി? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ കുടിച്ചില്ല, ഞാൻ കുടിക്കത്തില്ല. എൻ്റെ അപ്പൻ, എൻ്റെ പപ്പ കുടിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപിക്കത്തില്ല എന്ന് ആ മകൻ പറഞ്ഞു. ആ പിതാവ് ചിന്തിച്ചില്ല, ഞാനിതേ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ മദ്യപിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ മകൻ, 15 വയസ്സുള്ള മകൻ മദ്യപിക്കാൻ കൂട്ടുകാരുടെ അടുത്ത് പോയി എന്നറിഞ്ഞപ്പോൾ ആത്മരോഷം കൊണ്ട് പിതാവിന്. എന്നാൽ ആ മകൻ ഒന്നൊരു നിമിഷം തിരിച്ചു ചോദിച്ചില്ല. പപ്പയ്ക്ക് എന്നോട് തിരുത്താനായിട്ട് എന്നോട് ചോദിക്കാൻ എന്ത് അവകാശം? പപ്പയും ഇതേ പാപം തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ പാപം ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്നെ തിരുത്താൻ എന്ത് അവകാശമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ പപ്പയ്ക്ക് എന്ത് മറുപടി കൊടുക്കാൻ പറ്റുമായിരുന്നു? എന്നാൽ ആ കുഞ്ഞ് തിരിച്ചു ചോദിച്ചില്ല. എന്നാൽ ആ പിതാവിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിന്റെ മകൻ ഇന്ന് നിന്നോട് ചോദിച്ചില്ല, അവൻ ഒരുപക്ഷെ നാളെ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമായിരിക്കും. നീ ഇത് ഇന്നേ നിർത്തുക, അങ്ങനെയെങ്കിൽ നാളെ നിന്റെ മകൻ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കത്തില്ല. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും മാതാവും പിതാവും പല പാപങ്ങളും ചെയ്യും. എന്നാൽ ആ മാതാവിൽ പിതാവിൽ നിന്നും ജന്മം കൊണ്ട കുഞ്ഞുങ്ങൾ, അവരിലൂടെ, അവരുടെ DNA ബ്ലഡിലൂടെ കടന്നു വന്ന പല പാപത്തിൻ്റെയും അല്ലെങ്കിൽ പല രോഗാണുക്കളുടെയും അംശങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായ സാഹചര്യമുണ്ടാകുമ്പോൾ, ഒരു പ്രലോഭനമുണ്ടാകുമ്പോൾ, ഒരു പരീക്ഷയുണ്ടാകുമ്പോൾ, അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുമ്പോൾ ഈ അപ്പനും അമ്മയിലും ഭയങ്കര നീതിബോധം, പാപബോധം ഉയരുകയാണ്. മക്കളെ കുറ്റപ്പെടുത്തുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തിരിഞ്ഞ് ഈ ചോദ്യം ആദ്യം ചോദിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം അനുസരിക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ? ദൈവഭവനത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? നല്ലവനായ നീതിമാനായ ഈ ധൂർത്തപുത്രൻ്റെ കഥയിലെ പിതാവ് തൻ്റെ മകൻ തിന്നില്ലെങ്കിൽ നാളെ അവൻ തിരിച്ചു വരുമെന്ന് കരുതി അവനു വേണ്ടി കാത്തിരുന്ന പിതാവ് ഓടിച്ചെന്നവനെ മാറോട് ചേർക്കുന്നു. എന്നിട്ട് ആ പിതാവ് പറയുകയാണ്, തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, മകൻ പറയുന്നതൊന്നും കേൾക്കാതെ മകൻ സോറി പറയുന്നുണ്ട്. പിതാവേ, ഞാൻ നിനക്കെതിരായി തെറ്റ് ചെയ്തു പോയി, ഞാൻ സ്വർഗത്തിനെതിരായി തെറ്റ് ചെയ്തെന്നൊക്കെ പോയി. ഈ അപ്പൻ ഒരു വാക്കുപോലും കുറ്റപ്പെടുത്തുന്നില്ല ഈ മകനെ. നീ എന്നെ അനുസരിക്കാതെ പോയത് കണ്ടാ മോനെ നിനക്ക് ജീവിതത്തിൽ തകർച്ച വന്നത്, ഈ സഹനം വന്നതെന്നൊന്നും പറഞ്ഞില്ല പിതാവ്. അവൻ പറയുന്നത് അവനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കാൻ അനുവദിക്കാതെ ആ പിതാവ് തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, ഇവനെ കൊണ്ടുവന്ന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊന്ന് നമുക്ക് വിരുന്നൊരുക്കി ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. നോക്കിക്കേ, ഇങ്ങനെ ഏതൊരു പിതാവിന് പറയാൻ സാധിക്കുന്ന എൻ്റെ മകനെ മകളെ നോക്കി. ഇതാണ് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം. ഇതാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വഭാവം. എത്ര കൊടിയ പാപം ചെയ്തോട്ടെ, സോറി അപ്പ, സോറി യേശു എന്ന് പറഞ്ഞുകൊണ്ട് പാപങ്ങൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുന്ന ഒരു മകൻ്റെ മേല്, മകളുടെ മേല് ദൈവത്തിൻ്റെ സമീപനം ഇതായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്ര കൊടിയ പാപം ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ ജീവിതത്തിൽ,
നിങ്ങൾ അവിടെ നിന്നും എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി വികാരി അച്ഛൻ്റെ അടുത്ത് പോയി അനുതാപത്തോടെ പാപബോധത്തോടെ പോയി കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നിങ്ങൾ ഇന്നീ നിമിഷം വരെ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്നും അകന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ, പിതാവായ ദൈവത്തിൽ നിന്നും യേശുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അകന്നാണ് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഈ ധൂർത്തപുത്രനെ പോലെ നിങ്ങളുടെ പാപത്തിൽ കിടക്കാതെ, നിങ്ങളുടെ കഷ്ടതയെപ്പറ്റി, നിങ്ങളുടെ കഷ്ടകാലത്തെപ്പറ്റി ഓർത്ത് ചിന്തിക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ദുരിതത്തിലും രോഗത്തിലും തകർച്ചയിലും കിടക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് പോയി കുമ്പസാരിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാകുക, ദൈവത്തിൻ്റെ ഭവനത്തിലെ മകനും മകളുമായി ജീവിക്കുക. അപ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ആഘോഷം നടക്കും. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ദൈവവും മാതാവും വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അവിടെ ഹല്ലേലൂയ പാടി സ്തോത്രം പാടി അവർ ആഘോഷിക്കും. പാപി ഒരുത്തൻ മനസ്സ് തിരിഞ്ഞു വന്നു, നഷ്ടപ്പെട്ടുപോയ ഒരു ധൂർത്തപുത്രൻ തിരിച്ചു വന്നു, കാണാതായ ഒരു കുഞ്ഞാട് തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിന് ഒരു മകനെ കൂടി കിട്ടിയിരിക്കുന്നു, ഒരു മകളെ കൂടി കിട്ടിയിരിക്കുന്നു. സ്വർഗത്തിൽ ആഘോഷമുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളും സ്വർഗം പോലെയാകണം. നമ്മുടെ കുടുംബത്തിലുള്ള ഭവനത്തിലുള്ള ഒരു വ്യക്തി എത്ര കാലിടറി എത്ര പാപം ചെയ്ത് തിരിച്ചു വന്നാലും അവരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അവരെ കുറ്റപ്പെടുത്തരുത്, വീണ്ടും മുറിവുകൾ കൊടുക്കരുത്. ഈ ഭവനത്തിൽ പിതാവിൻ്റെ മൂത്തപുത്രൻ, പിതാവിൻ്റെ വാക്കുകൾ കേട്ട് നടന്നവൻ, യഥാർത്ഥത്തിൽ പിതാവിനെ അവൻ സ്നേഹിക്കുകയായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും. അവൻ കഷ്ടപ്പാട് അധ്വാനമെല്ലാം കഴിഞ്ഞ് വയലിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും പാട്ടും നൃത്തവും നടക്കുന്നു. അവനൊരു സെർവൻറ്റിനെ വിളിച്ചു ചോദിച്ചു, എന്താണ് വീട്ടിൽ നടക്കുന്നത്? ഞാനറിയാതെ എന്ത് ആഘോഷമാണ് നടക്കുന്നത്? അപ്പോൾ ആ വേലക്കാരൻ അവനോട് പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, നിന്റെ അനിയൻ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പറയും, വീതവും മേടിച്ചുകൊണ്ട് പോയി നിനക്ക് കിട്ടേണ്ട കണക്ക് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയവൻ അവൻ ദേ നശിച്ച് നാറാണക്കല്ലിട്ട് ദരിദ്രനായി എല്ലാം ഉടുപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ അപ്പനോ വീട്ടിൽ കയറ്റി വലിയ ആഘോഷമാണ്, പാട്ടും ഡാൻസും ഒക്കെയാണ്. ഇത് കേട്ട മൂത്ത ജ്യേഷ്ഠന് ഭയങ്കര കോപം തോന്നുകയാണ്. അവൻ വീട്ടിൽ കയറുന്നില്ല, അവൻ വീടിന് വെളിയിൽ നിൽക്കുകയാണ്. നോക്കി, ഈ കഥയുടെ ആരംഭത്തിൽ ധൂർത്തപുത്രൻ വീടിനകത്തായിരുന്നു, അവൻ വീടിന് വെളിയിൽ പോകുന്നു. മൂത്തപുത്രൻ എപ്പോഴും വീടിനകത്തായിരിക്കുന്നു. എന്നാൽ ഈ കഥയുടെ അവസാനം ഇത്രയും നാളും വീട്ടിൽ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂത്തപുത്രൻ വീട്ടിൽ കയറുന്നില്ല, വീടിന് വെളിയിലായിരുന്ന ധൂർത്തപുത്രൻ വീട്ടിൽ കയറുന്നു. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനമനുസരിച്ചും കൂദാശ അനുസരിച്ചും ജീവിക്കുന്ന പല വ്യക്തികളും ഇന്ന് വീടിന് വെളിയിലാകുന്നു, അല്ലെങ്കിൽ സഭയ്ക്ക് വെളിയിലാകുന്നു, ദൈവഭവനത്തിന് വെളിയിലാകുന്നു. അതിൻ്റെ ഒരു കാരണം ഇതാണ്. തൻ്റെ ഒപ്പമുണ്ടായിരുന്ന, തൻ്റെ കൂടെയായിരുന്ന, തൻ്റെ കൂടപ്പിറപ്പായ ഒരു സഹോദരനോ സഹോദരിയോ പാപം ചെയ്ത് അകന്നുപോയിട്ട്, നിരീശ്വരവാദിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുണ്ടായുസോ മറ്റേതെങ്കിലും തരത്തിൽ മയക്കുമരുന്നോ എന്തെങ്കിലും മദ്യപാനമോ ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലെ മോഷണമോ പാപത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് ഒരുത്തൻ തിരിച്ച് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ, അവൻ ധ്യാനം കൂടിയോ വചനപ്രസംഗം കേട്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചോ, അവൻ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ, അല്ലെ പള്ളിയിൽ വരുമ്പോൾ, നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന, എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്ന ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ പ്രതികരിക്കും? ഇത്രയും നാള് അവൻ എവിടെയോ ജയിലിൽ കിടക്കുകയായിരുന്നു, പിടിച്ചുപറിക്ക്, അല്ലെ മോഷണത്തിന്, അല്ലെങ്കിൽ പെൺവാണിഭത്തിന്, അല്ലെ കവർച്ചയ്ക്ക്. ഇപ്പോൾ എവിടെയോ പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് വന്നിരിക്കുക. അവൻ പള്ളിയിലുണ്ടോ? ഞാൻ പള്ളി കയറില്ല. അവൻ പള്ളി കമ്മിറ്റിയിലുണ്ടോ? ഞാൻ കയറില്ല. അവൻ തിരുവചനം പ്രസംഗിക്കുമോ? ഞാൻ കേൾക്കില്ല. മാനസാന്തരപ്പെട്ട ഒത്തിരി പേര് ധ്യാനം കൂടി, കൺവെൻഷൻ കൂടി മാനസാന്തരപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മൂത്ത പുത്രന്മാരെ പോലെയുള്ള ഒത്തിരി പേര് അവർ പ്രസംഗിക്കുന്നത് കേൾക്കില്ല. അല്ലെങ്കിൽ ദൈവം അവർക്ക് കൃപകൾ കൊടുക്കുമ്പോൾ, ഭാഷാവരം, ദർശനപരം, പ്രവചനപരം, രോഗശാന്തിയുടെ വരങ്ങൾ, അത്ഭുത പ്രവർത്തന വരങ്ങൾ ദൈവം കൊടുത്ത് അവരെ ഉയർത്തുമ്പോൾ അവരുടെ ശുശ്രൂഷകൾ അംഗീകരിക്കുവാനോ, അവരുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനോ, അവരായിരിക്കുന്ന വേദിയിലോ അവരായിരിക്കുന്ന ഭവനത്തിലോ കയറുവാനായിട്ട് പല പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കും, പല ദൈവഭക്തർക്കും സാധിക്കുന്നില്ല. ഇത് വളരെ പാപകരമായിട്ടുള്ള, വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. ഇന്ന് വചനപ്രഘോഷണ വേദി നോക്ക്. ഇന്ന് വളരെ ലോകപ്രശസ്തരായിരിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ പൂർവ്വകാലം എടുത്തു നോക്കുമ്പോൾ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ബൈബിളിലേക്ക് എടുത്തു നോക്കിയേ. ഞാൻ നിങ്ങളുമൊക്കെ ഒത്തിരി ബഹുമാനിക്കുന്ന, പെരുന്നാളുകൾ ആഘോഷിക്കുന്ന, ഒത്തിരി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹയുടെ തന്നെ ഭൂതകാലം ഒന്ന് എടുത്തു നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റെ പുറകെ പോയവരെ, സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിൽ നിന്നും റോഡിലൂടെ വലിച്ചിഴിച്ചൊരു വ്യക്തി,
സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ കല്ലെറിയാൻ വേണ്ടി പോയവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ച് സാവുളിൻ്റെ കാൽച്ചൂട്ടിലാണ് വെച്ചിട്ട് പോയത്. നോക്കിക്കേ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നടന്നയാൾ സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ വലിച്ചിഴിച്ച ഒരു വ്യക്തിയോടാണ് ഞാനും നിങ്ങളും ഇന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധനായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ നമ്മൾ മാറ്റണം. എന്നാൽ ഈ സ്നേഹമുള്ള പിതാവ് ഈ കഥയിൽ മൂത്തപുത്രനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. മൂത്തമകൻ ഒത്തിരി പരാതി പറയുകയാണ്, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ കൂടെ വേലയ്ക്കുണ്ടായിരുന്നു, ഒരു സ്വത്ത് പോലും നശിപ്പിച്ചിട്ടില്ല. നീ എനിക്ക് എൻ്റെ കൂട്ടുകാരുമായി പാർട്ടി നടത്താനായിട്ട് ഒരു കാളക്കുട്ടിയോ ആട്ടിൻകുട്ടിയോ തന്നില്ല. എന്നാൽ നിൻ്റെ ഈ ഇളയ പുത്രൻ അവൻ പോയി വേശികളുമായി കൂടെ ചേർന്നിട്ട് സകല സ്വത്ത് നശിപ്പിച്ച് തിരിച്ചു വന്നിട്ട് നീ അവന് വേണ്ടി വിരുന്നൊരുക്കിയെന്ന് പരാതി പറയുകയാണ്. ഇതേപോലെ പരാതി പറയുന്ന ഒത്തിരി മക്കളുണ്ട്. ധൂർത്തപുത്രന്മാർ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ, ഒത്തിരി കൃപകൾ കിട്ടുമ്പോൾ, ഒത്തിരി വരദാനങ്ങൾ കിട്ടുമ്പോൾ, ദൈവം ലോകം മുഴുവൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന, കുശുമ്പ് തോന്നുന്ന, അവരുടെ ശുശ്രൂഷകൾ മുടക്കുന്ന, അവരെപ്പറ്റി അപഖ്യാതി പറഞ്ഞു തരുന്ന ഒത്തിരി ദൈവമക്കൾ. അവന് എന്ത് അറിഞ്ഞിട്ടാണ് പറയുന്നത്? തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വേശ്യകളുമായി ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു. ഇങ്ങനെ ഒത്തിരി അപഖ്യാതികൾ പറയുന്ന ആൾക്കാർ, കിട്ടുന്ന ദൈവകൃപകൾ നഷ്ടപ്പെടുന്ന ആൾക്കാർ, ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഓരോ പ്രാർത്ഥനയിലൂടെയും കിട്ടുന്ന കൃപകൾ കുറ്റം പറഞ്ഞും വിധിച്ചും മറ്റുള്ളവരെ പറ്റി അപഖ്യാതി പറഞ്ഞും അത് നശിപ്പിച്ചു കളയാണ് ഞാനും നിങ്ങളും പലപ്പോഴും. പിതാവ് പറഞ്ഞു, മോനെ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കാണ്. നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, എന്നാൽ അവനിപ്പോൾ ജീവനോടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തി, അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൃതദേഹത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ പാപി മാനസാന്തരപ്പെട്ട് വരുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വരുമ്പോൾ അവൻ ജീവനുള്ളവനായിത്തീരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ഈ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും പാപത്തിലാണ് കിടക്കുന്നതെങ്കിൽ എൻ്റെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മൃതദേഹത്തിൻ്റെ അവസ്ഥയാണ്. എന്നാൽ ഞാനും നിങ്ങളും കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ജീവൻ കിട്ടുന്നു, നിത്യജീവൻ കിട്ടുന്നു, ഞാനും നിങ്ങളും ജീവനുള്ളവരായിത്തീരുന്നു. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും പാപത്തിൽ കിടക്കാതെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനുള്ള മക്കളായി തീർന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി നിത്യതയിൽ ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഞാൻ ധൂർത്തപുത്രനാണെങ്കിൽ തിരിച്ചു വരണം കർത്താവിലേക്ക്. ഞാൻ മൂത്തപുത്രനാണെങ്കിൽ, പിതാവിൻ്റെ മൂത്ത മകനാണെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ പഠിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ സഭയിൽ ഞാൻ യേശുവിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ സഭയിൽ നിന്ന് ഞാൻ മറ്റുള്ളവരെ പുറത്താക്കരുത്. എത്ര കുറവുള്ളവനായിക്കോട്ടെ, അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹത്തോടെ നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് നമ്മൾ സ്വീകരിക്കണം. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, പാപം ചെയ്യാത്ത മനുഷ്യരില്ല. കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് നഷ്ടപ്പെട്ടു പോയ ആടിനെയാണ് തേടി വന്നതെങ്കിൽ ഇന്ന് കർത്താവിനെ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിൻ്റെ അതേ മനോഭാവത്തോടെ പോയി നഷ്ടപ്പെട്ടു പോയ ഓരോ കുഞ്ഞാടുകളെയും നമ്മുടെ സഭയിലേക്ക്, ഇടവകയിലേക്ക്, കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നു. ഞാനും ഒരു ധൂർത്തപുത്രനായിരുന്നു. ഒത്തിരി പ്രാർത്ഥനയിലും ഒത്തിരി കൂദാശയിലുമൊക്കെ ജീവിച്ചിട്ട്, എന്നാൽ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവനെ കണ്ടുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ മുഖം കണ്ട് ഒരു രാത്രി മുഴുവൻ അവനുമായി സംസാരിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്നു. ഇന്ന് അവൻ്റെ സാക്ഷിയായി അവന് വേണ്ടി ലോകം മുഴുവൻ ഞാൻ പോവുകയാണ്. കർത്താവിൻ്റെ സ്നേഹം അതാണ്. പാപികളെ സ്നേഹിക്കുന്ന കർത്താവ്. നമ്മുടെ മനോഭാവം ഇതായിരിക്കട്ടെ. നമുക്കും പാപികളെ സ്നേഹിക്കാം, കാരണം നമ്മളും പാപികളാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.